നേപ്പാളിൽ യുവജന പ്രക്ഷോഭം ആളിപ്പടരുന്നതിനിടെ പ്രത്യേക അറിയിപ്പുമായി സൈന്യം. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് നേപ്പാൾ സൈന്യം ആഹ്വാനം ചെയ്തു. ഇന്ത്യൻ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കി സൈന്യം. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, ഈ ഒരു പ്രക്ഷോഭം ആളിപ്പടരുന്നതിനിടെ ഇപ്പോൾ സൈന്യം ഒരു പ്രത്യേക അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്നാണ് നേപ്പാൾ സൈന്യം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കം രാജിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സൈന്യമാണ് ഇപ്പോൾ അവിടെ സൈന്യത്തിന്റെ നിരീക്ഷണത്തിൽ, അല്ലെങ്കിൽ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇപ്പോൾ നേപ്പാൾ ഉള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സൈന്യം കൃത്യമായ രീതിയിൽ തന്നെ ഇപ്പോൾ ഒരു സുരക്ഷാ ക്രമീകരണം അല്ലെങ്കിൽ അതിർത്തികളിലടക്കം ഇപ്പോൾ സൈന്യം നിയന്ത്രണം കടുപ്പിച്ചിരിക്കുകയാണ്. നേപ്പാളിനെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഭയങ്കര അന്തരീക്ഷം തന്നെ ഒരു കലുഷിതം എന്ന് വേണം പറയാൻ. യുവ പ്രക്ഷോഭകരുടെ വളരെ ഉയർന്ന രീതിയിൽ തന്നെയുള്ളൊരു പ്രതിഷേധം അവിടെ ഇപ്പോൾ നടക്കുകയാണ്. എന്തായാലും സൈന്യം കൃത്യമായ സമയത്തിന് ഒരു നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. മരണസംഖ്യ 21 ഉയർന്നിട്ടുണ്ട്. 400 പേർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. പലരുടെയും അവസ്ഥ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. എന്തായാലും 700 ഇന്ത്യക്കാർ നേപ്പാളിൽ ഇപ്പോൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നത് വേണം മനസ്സിലാക്കാൻ കഴിയുന്നതിൽ പകുതിയും മലയാളികളാണ് എന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6 വിമാനത്താവളങ്ങളുടെ അടക്കം ഇപ്പോൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. 6 വിമാനത്താവളം അല്ലെങ്കിൽ 6 വിമാന സർവീസുകൾ ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് നടക്കാതെ പോയ ഒരു അവസ്ഥ കൂടി എന്തായാലും ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രത്തിൻ്റെ ഒരു തീരുമാനപ്രകാരം നോക്കുകയാണെങ്കിൽ റോഡ് മാർഗം ഈ കുടുങ്ങിക്കിടക്കുന്നവരെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രക്ഷോഭക്കാരൊന്ന് ആളിക്കത്തുന്ന രീതിയിൽ തന്നെ ഈ പ്രക്ഷോഭം ഒന്ന് അടങ്ങാതെ, അതിന് പ്രക്ഷോഭത്തിൻ്റെ ഒരു ആളിക്കത്തലൊന്നും അടങ്ങാതെ തന്നെ ഇപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഇടപെടാൻ കഴിയാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. യുവജനങ്ങൾ അത്രയും പ്രക്ഷോഭകാരികൾ ആയി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. റോഡ് മാർഗത്തിലൂടെ തന്നെ ഇപ്പോൾ നേപ്പാളിൻ്റെ അതിർത്തിയായിട്ടുള്ള ബീഹാർ, ഉത്തരാഖണ്ഡ് എന്നീ റോഡ് മാർഗത്തിലൂടെ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ എത്തിക്കാം എന്നൊരു ആലോചനയും ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ അത് എത്രത്തോളം സാധ്യതയിലേക്ക് ഉണ്ട് എന്നൊരു കാര്യത്തിൽ നിലവിൽ വ്യക്തത വന്നിട്ടില്ല എന്നുകൂടി വേണം ദീപ്തി പറയാൻ. അതോടൊപ്പം തന്നെ അതിർത്തിയിൽ നിരീക്ഷണം ഇപ്പോൾ ഇന്ത്യൻ നേപ്പാൾ അതിർത്തിയിൽ നിരീക്ഷണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പല ഹോട്ടലുകളിലും ഇന്ത്യയിലെ വിദേശികളടക്കം ഇപ്പോൾ പല ടൂറിസം മേഖലകൾ സന്ദർശിക്കാൻ പോയതിനിടയിൽ ഇന്ത്യക്കാർ അടക്കം ഇപ്പോൾ ഹോട്ടലുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർ സുരക്ഷിതരാണ് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. കൃത്യമായ രീതിയിൽ അവർക്കുള്ള ഭക്ഷണമെല്ലാം എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നൊരു വിവരം കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നേപ്പാളിലെ യുവജന പ്രക്ഷോഭം ആളിപ്പടരുന്നതിനിടയിൽ പ്രത്യേക ഒരു അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ സൈന്യവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. സൈന്യത്തിൻ്റെ കൃത്യമായൊരു നിയന്ത്രണം അതിർത്തി മേഖലകളിലാകട്ടെ അല്ലെങ്കിൽ നേപ്പാളിനുള്ളിലാകട്ടെ യുവജനങ്ങളോട് അവർ അഭ്യർത്ഥിക്കുകയാണ്. ഈ പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറണം, കൃത്യമായ രീതിയിൽ സഹകരിക്കണം, ഈ നിയന്ത്രണം ഒന്ന് മാറ്റണം എന്നൊരു കാര്യത്തിലെല്ലാം അവർ ഒരു അഭ്യർത്ഥന വയ്ക്കുന്നുണ്ട് എന്ന് വേണം പറയാം. സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള പല ഭാഗങ്ങളും ഇവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും യുവജന പ്രക്ഷോഭം ആളിക്കത്തുന്നതിനാൽ തന്നെ ഒരു സമാധാന അന്തരീക്ഷം ഇപ്പോൾ നേപ്പാളിൽ നിലവിൽ വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇന്നലെ തന്നെ നേപ്പാളിലെ മുൻ പ്രധാനമന്ത്രിയുടെ വസതിയിലടക്കം തീയിട്ടിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ വന്നിരിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് വളരെ ഖേദകരമായ ഒരു വാർത്ത തന്നെയാണ്. മുൻ നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഭാര്യ ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ തീയിടലിൽ തുടർന്ന് വെന്തുമരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയടക്കം ഈ ഒരു പ്രക്ഷോഭത്തിൽ മരിച്ചിട്ടുണ്ട്. അങ്ങനെ മരണസംഖ്യ 21 ഉയരുകയാണ്. പല ഭാഗങ്ങളിലായി ഈ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രക്ഷോഭം ആളിക്കടരുകയാണ്. അതോടൊപ്പം തന്നെ പാർലമെന്റ്, സുപ്രീം കോടതി, പ്രസിഡന്റ് ഓഫീസ്, പ്രധാനമന്ത്രിയുടെ വസതി അടക്കം, മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും എംപിമാരുടെയും വസതി അടക്കം, അല്ലെങ്കിൽ ഈ ഭരണത്തിന് മുൻപുള്ള എംപിമാരുടെയും പ്രധാനമന്ത്രിയുടെയും വസതി അടക്കം കേന്ദ്രീകരിച്ചാണ് ഈ പ്രക്ഷോഭകാരികൾ അവിടെ ഒരു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് എന്ന് വേണം പറയാൻ. എന്തായാലും മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ ഈ ഒരു സംഭവത്തിൽ വെന്തുമരിച്ചു എന്നൊരു വാർത്തയും കൂടെയാണ് നിലവിൽ ദീപ്തി ഇപ്പോൾ വരുന്നത്. ശരി. നേപ്പാളിൽ യുവജന പ്രക്ഷോഭം ആളിപ്പടരുന്നതിനിടെ പ്രത്യേക അറിയിപ്പുമായി സൈന്യം. സമാധാന ശ്രമങ്ങളോട് സഹകരിക്കണമെന്ന് നേപ്പാൾ സൈന്യം ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇന്ത്യൻ അതിർത്തികളിൽ നിരീക്ഷണം സൈന്യം ശക്തമാക്കിയിട്ടുണ്ട്. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.